മുരുകൻ കണ്ണാക്കട. മുരുകൻ കണ്ണാക്കട സർ. കലോത്സവ വേദിയിൽ സജീവ സാന്നിധ്യം ആയിട്ട് എങ്ങനെയുണ്ട്? ഇവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഗംഭീരമാണ്. മക്കളെല്ലാം നല്ല അതിഗംഭീരമായി ഉത്സവമായി കൊണ്ടാടുന്നു. വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ വലിയ ദുരന്തങ്ങളെ അതിജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ ആ അതിജീവന കാലത്ത് നടക്കുന്ന അതിജീവനകാല കലോത്സവമാണിത്. കുട്ടികൾ നമ്മുടെ നാടിൻ്റെ ഏറ്റവും നല്ല സാംസ്കാരിക ആരോഗ്യത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അവർ തീർച്ചയായും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. എനിക്ക് വലിയ സന്തോഷം. മത്സരങ്ങൾ കണ്ടു? കുറച്ച് മത്സരങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ വേദികളിലെല്ലാം പോയി നന്നായി നല്ല ചിട്ടയോടെ സംഘടിപ്പിക്കപ്പെട്ട ഒരു കലോത്സവം, ഗംഭീരമായി സംഘടിപ്പിക്കുന്ന ഒരു കലോത്സവമാണ്. സംഘാടകർക്ക് ആദ്യമേ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ അർപ്പിക്കുകയാണ് തീർച്ചയായും. രണ്ടുപേരും എന്ത് ഏതെങ്കിലും കവിതയുടെ രണ്ടുപേരും വേണം. തീർച്ചയായും കവിത ഈ മക്കളെല്ലാം തീർച്ചയായും പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഓർത്തുകൊണ്ട് ആദ്യം ഈ ആദ്യ ദിവസം ഈ ചൂരൽമലയിൽ നിന്ന് വന്ന മക്കൾ അവരുടെ ഇതുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പൊ അവരെ കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് പക എന്ന കവിതയിൽ 4 പേര് കിട്ടാം. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുകതിന്ന പകലിനും വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുകതിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ, പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. താങ്ക് യു സർ, ഞങ്ങളുടെ വേദിയിൽ എത്തിയതിന് താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഓക്കെ.